ലോകകപ്പ് ജേതാക്കളെ വരവേറ്റ് രാജ്യം. മുംബൈയിൽ ആവേശക്കാഴ്ചയായി വരവേൽപ്പ്. നഗരത്തിലും വാങ്കഡെ സ്റ്റേഡിയത്തിലും നിറഞ്ഞു കവിഞ്ഞ ആരാധകർ. താരങ്ങൾക്ക് വിരുന്നൊരുക്കി പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിലേക്ക്. 22ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. 8-ാം തീയതി യാത്ര തിരിക്കും. റഷ്യൻ സന്ദർശനത്തിന് ശേഷം ഓസ്ട്രിയയിലേക്ക്. SFIക്കെതിരെ നിയമസഭയിൽ ആഞ്ഞടിച്ച് പ്രതിപക്ഷം. നെറുകേടിന്റെ ഇൻക്യുബേറ്ററിൽ വിരിയുന്ന ഗുണ്ടാപ്പടയാണ് SFI എന്ന പ്രതിപക്ഷ നേതാവ്. ഇൻക്യുബേറ്ററിൽ വിരിയിച്ചെടുക്കുന്ന ഈ ഗുണ്ടാപ്പട നിങ്ങളെ കൊണ്ടേ പോകുള്ളൂ. ഒരു സംശയവും വേണ്ട, നിങ്ങളെ കൊണ്ടേ പോകുള്ളൂ. സഭയിൽ SFIയെ ന്യായീകരിച്ചും പ്രതിരോധിച്ചും മുഖ്യമന്ത്രി. ധീരജിന്റെ കൊലപാതകം ഇരന്നു വാങ്ങിയതെന്ന പ്രതിപക്ഷ പരാമർശം ഓർമ്മിപ്പിച്ച് തിരിച്ചടി. ഇടിമുറിയിലൂടെ വളർന്നു വന്ന പ്രസ്ഥാനമല്ല SFI എന്ന പിണറായി വിജയൻ. ആക്രമണങ്ങളെ വിവിധ തലങ്ങളിൽ നേരിട്ടുകൊണ്ട് തന്നെയല്ലേ SFI വളർന്നു വന്നത്. ആ SFIയുടെ വളർച്ച പടിപടിയായിട്ടല്ലേ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടായതാണോ? SFIക്കെതിരെ ഇടതുപക്ഷത്തു നിന്നും രൂക്ഷ വിമർശനം. SFI തുടരുന്നത് പ്രാകൃത സംസ്കാരമെന്ന ബിനോയ് വിശ്വം. 1936 AIFFന്റെ പദവിയാണ് ഇതിന്റെ ആരംഭം. SFI ആ ശൈലി തിരുത്തിയേ തിരുത്തണം. ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ശൈലിയല്ലാതെ അതൊരു വളരെ പ്രാകൃതമായിട്ടുള്ള സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അത് SFIക്ക് നിരക്കില്ല. കാര്യവട്ടം സംഘർഷത്തിൽ SFIയെ ന്യായീകരിക്കാതെയും പ്രതിരോധിച്ചും മന്ത്രി MP രാജേഷ്. KSUവിന്റെ തെറ്റ് തള്ളി പറയേണ്ടതില്ലെന്ന് പ്രതിപക്ഷത്തോട് ചോദ്യം. കോൺഗ്രസിൽ കൂടോത്ര വിവാദം. K സുധാകരന്റെ വീട്ടുപറമ്പിൽ നിന്ന് കണ്ടെത്തിയത് കൂടോത്രം ചെയ്തതിന്റെ അവശിഷ്ടങ്ങളെന്ന ഒരു വിഭാഗം. മന്ത്രവാദി വിളിച്ചു വരുത്തി വസ്തുക്കൾ കണ്ടെടുത്ത് സുധാകരൻ. ഭസ്മമാക്കാതെ ബാക്കിയായല്ലോ എന്ന അവശിഷ്ടങ്ങൾ കണ്ട സുധാകരൻ രാജ്മോഹൻ ഉണ്ണിത്താനോട്. കൂടോത്രം നടത്തിയത് ഓഫീസിലുള്ളവരെന്ന് പറയുന്നതായി K സുധാകരൻ. കൂടുതൽ കാര്യങ്ങൾ രാജ്മോഹൻ ഉണ്ണിത്താനോട് ചോദിക്കണമെന്നും പ്രതികരണം. ഞാൻ പറഞ്ഞ വേറെ നിങ്ങളെ വർഗീസ് പറഞ്ഞാൽ അങ്ങനെ ഇവിടെ ഈ ഓഫീസിലും അങ്ങനെ ആരെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് പറയുന്നുണ്ട്. വിവാദത്തിൽ പ്രതികരിക്കാതെ മറ്റു കോൺഗ്രസ് നേതാക്കൾ. അറിയാത്ത കാര്യത്തെക്കുറിച്ച് പറയാനില്ലെന്ന് KC വേണുഗോപാൽ. ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് VD സതീശൻ. ഹാത്രസ് ദുരന്തത്തിൽ 6 പേർ അറസ്റ്റിൽ. പിടിയിലായത് ഭോലെ ബാബയുടെ പ്രാർത്ഥനാ ചടങ്ങിന് നേതൃത്വം നൽകിയവർ. ഒളിവിലുള്ള മുഖ്യപ്രതിയെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നവർക്ക് 1 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ച പോലീസ്. പ്രാർത്ഥനാ ചടങ്ങിനിടെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത് 121 പേർ. പതിമൂന്നാമത് ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ഹേമന്ത് സോറൻ. സത്യവാചകം ചൊല്ലിക്കൊടുത്ത ഗവർണർ CP രാധാകൃഷ്ണൻ. ചടങ്ങിൽ പങ്കെടുത്ത ഇന്ത്യ സഖ്യ നേതാക്കൾ. ജാർഖണ്ഡ് മുക്തി മോർച്ച എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ചെമ്പൈ സോറൻ. ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി പദം രാജിവെച്ചത് ഭൂമി കുംഭകോണ കേസിലെ അറസ്റ്റിന് മുൻപ്. മാന്നാറിലെ കലയുടെ കൊലപാതകത്തിൽ ദുരൂഹതയേറുന്നു. കൂട്ടുപ്രതികൾ അറിയാതെ 1-ാം പ്രതി അനിൽകുമാർ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മാറ്റിയതായി സംശയം. അനിൽ ഇസ്രയേൽ ആശുപത്രിയിലെന്ന് സൂചന. അന്വേഷണത്തിന് 21-അംഗ പോലീസ് സംഘം.
കേരള ഘടകത്തിന്റെ നിലപാടുകൾ കേന്ദ്രം തള്ളിയെന്ന വാർത്തകൾ കെട്ടിച്ചമച്ചതാണെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. പോരായ്മകളും കുറവുകളും പരിഹരിച്ച് പാർട്ടി തിരിച്ചുവരും. സംസ്ഥാന കമ്മിറ്റി ഉചിതമായ തീരുമാനമെടുക്കും. ഇന്ത്യ സഖ്യം ഒരു സംസ്ഥാന ഘടകത്തിലും ഇല്ലായിരുന്നു, ദേശീയ തലത്തിൽ മാത്രമായിരുന്നുവെന്നും യെച്ചൂരി. നീറ്റ് ക്രമക്കേടിൽ പ്രതിഷേധിച്ചുള്ള SFIയുടെ രാജ്ഭവൻ മാർച്ചിൽ സംഘർഷം. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ വാക്കേറ്റം. പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കിയും കണ്ണീർ വാതകവും പ്രയോഗിച്ച് പോലീസ്. സംഘർഷത്തിൽ ഒരു പോലീസുകാരനും SFI പ്രവർത്തകനും പരിക്ക്. ഇവിടുത്തെ മന്ത്രി എവിടെ പോയിരുന്നു? ഇവിടുത്തെ MLA എവിടെ പോയിരുന്നു? പാവങ്ങൾ മരിക്കുന്ന സമയത്ത് മാത്രം അവരെ വീട്ടിലൊന്ന് പോയി നോക്കൂ. അവരെ കുട്ടികൾ കഞ്ഞി കുടിച്ചിട്ടുണ്ടോ? അവരെ കുട്ടികൾ അത്യാവശ്യ കാര്യങ്ങൾ, വിദ്യാഭ്യാസ ചെലവുകൾ ആര് നോക്കുന്നു? മുതലപ്പുഴയിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനെതിരെ കോൺഗ്രസ് പ്രതിഷേധം. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ ഉന്നതതല യോഗത്തിനിടെ സംഘർഷം. യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയ മന്ത്രിയെ പ്രവർത്തകർ തടഞ്ഞു. ചർച്ച BJP അംഗങ്ങളെ മാത്രം പങ്കെടുപ്പിച്ചെന്ന പ്രതിഷേധക്കാർ. സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ സമരത്തിലേക്ക്. ഭക്ഷ്യമന്ത്രിയുമായുള്ള ചർച്ച പരാജയം. 8, 9 തീയതികളിൽ റേഷൻ കട അടച്ചിട്ട് പണിമുടക്കും. സംസ്ഥാനത്തെ ഭാരത് റൈസ് വിതരണം അവതാളത്തിൽ. അരി വിൽപ്പനയുടെ പണം ഡിജിറ്റലായി മാത്രം വാങ്ങണമെന്ന കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. ഡിജിറ്റൽ പണമിടപാടിൽ വലഞ്ഞ ജനങ്ങളും വിതരണക്കാരും. താൻ മഹാരാജാവല്ല, ജനങ്ങളുടെ ദാസനെന്ന മുഖ്യമന്ത്രി സഭയിൽ. ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുമെന്നും മുഖ്യമന്ത്രി. പ്രതികരണം മുഖ്യമന്ത്രി മഹാരാജാവല്ലെന്ന VD സതീശന്റെ വിമർശനത്തിൽ. നിങ്ങളോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ മഹാരാജാവല്ല, നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാ. സർ, ഞാൻ മഹാരാജാവൊന്നുമല്ല, ഞാൻ ജനങ്ങളുടെ ദാസനാണ്. എല്ലാ കാലത്തും ജനങ്ങളോടൊപ്പമാണ്, ജനങ്ങളുടെ കൂടെയാണ് നിന്നിട്ടുള്ളത്. ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും. ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങളുടെ കൂടെയാണ്, ജനങ്ങളുടെ ദാസനാണ്. പള്ളിത്തർക്കത്തിൽ നിലപാട് വ്യക്തമാക്കി യാക്കോബായ സഭ. പള്ളികൾ പിടിച്ചെടുക്കുവാൻ വന്നാൽ പ്രതിഷേധം തുടരുമെന്ന് മെത്രാപ്പോലിത്തൻ ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗോറിയോസ്. ദേവാലയങ്ങൾ നഷ്ടപ്പെടുന്നതിന് പരിഹാരമായി നിയമനിർമ്മാണം കൊണ്ടുവരണമെന്നും യാക്കോബായ സഭ മെത്രാപ്പോലിത്ത. സുപ്രീംകോടതി വിധിക്കെതിരെ നിയമനിർമ്മാണം നടപ്പാക്കണമെന്ന യാക്കോബായ വിഭാഗത്തിന്റെ ആവശ്യം നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയെന്ന ഓർത്തഡോക്സ് സഭ. സർക്കാരിന്മേൽ സമ്മർദ്ദം ചെലുത്തുന്ന ശൈലി അപലപനീയം. രാഷ്ട്രീയ സ്വാധീനത്തിലൂടെ കോടതി വിധിയെ അടിച്ചമർത്താനാണ് യാക്കോബായ വിഭാഗം ശ്രമിക്കുന്നതെന്നും ഓർത്തഡോക്സ് സഭാ വക്താവ് ഫാദർ ജോൺസ് എബ്രഹാം കോനാട്ട്. SSLC വിഷയം നിയമസഭയിൽ. ഓൾ പാസ് പരാമർശം പർവ്വതീകരിച്ച് കാണിക്കേണ്ടെന്ന സജി ചെറിയാൻ സഭയിൽ. 10ാം ക്ലാസ് പാസ്സായ ചില കുട്ടികൾക്ക് എഴുത്തും വായനയും അറിയില്ലെന്ന് തനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി. മന്ത്രിയുടെ പരാമർശം പ്രസംഗത്തിന്റെ ഒഴുക്കിന് വേണ്ടിയെന്ന് മന്ത്രി ശിവൻകുട്ടി. പ്രസംഗത്തിന്റെ ഒഴുക്കിന് വേണ്ടി ഒന്ന് പറഞ്ഞത് മാത്രമേ സാർ ഗവൺമെന്റ് എടുക്കുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലിരുന്ന 12 വയസ്സുകാരൻ മരിച്ചു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് ഫറോക്ക് സ്വദേശി മൃദുൽ. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചുള്ള മരണം 3 രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലിരുന്ന കുട്ടിയുടെ ഫലം നെഗറ്റീവ്. പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസിനെതിരെ സുപ്രീം കോടതി ഹർജി. രാജ്ഭവനിൽ വെച്ച് പീഡിപ്പിച്ചതായി യുവതിയുടെ പരാതി. ഗവർണർക്ക് ലഭിക്കുന്ന പരിരക്ഷ കാരണം നീതി നിഷേധിക്കപ്പെട്ടിരിക്കുകയാണെന്ന് പരാതിക്കാരി.
ലക്ഷദ്വീപിലെ പണ്ടാരഭൂമി ഏറ്റെടുക്കൽ നടപടി തടഞ്ഞ ഹൈക്കോടതി. കളക്ടറുടെ ഉത്തരവിലെ നടപടികൾ ഈ മാസം 19 വരെ സ്റ്റേ ചെയ്തു. ലക്ഷദ്വീപ് ഭരണകൂടത്തിന് നോട്ടീസ് അയക്കുവാനും ഉത്തരവ്. തിരുവനന്തപുരം ബോണക്കാട് കരടിയുടെ ആക്രമണം. കാറ്റാടിമുക്ക് BA ഡിവിഷനിലെ ലാലക്ക് പരിക്ക്. കാൽമുട്ടിനും കൈക്കും പരിക്കേറ്റയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ക്രിക്കറ്റിൽ വീണ്ടും ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തിന് കളമൊരുക്കുന്നു. ത്രിരാഷ്ട്ര ടൂർണമെന്റിന് താൽപര്യമറിയിച്ച് ക്രിക്കറ്റ് ഓസ്ട്രേലിയ. ഇന്ത്യയും പാകിസ്ഥാനും പങ്കെടുക്കുന്ന ടൂർണമെന്റിനായി ശ്രമം തുടങ്ങി. ഇന്ത്യയും പാകിസ്ഥാനും അവസാനം പരമ്പര കളിച്ചത് 2007-ൽ.